നീ ഏത് സമയത്ത് വേണമെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതല്ല, അവര് വളരെ അതെ അവശതയായി അതെ പാവം കുട്ടിയാ നോ പ്രോബ്ലം, ഞാൻ തമാശ പറഞ്ഞ. അവശതയായി കിടക്കുന്നത്. പിന്നെ നമ്മുടെ ശത്രു അവിടെ കയറി നിരങ്ങിയ കാരണമാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് കയറി പിടിക്കാൻ കാരണം. അത് ശരിയാ, നന്നായി, അത് അത്ര ഹെൽപ്പ് കൊടുത്തത് അപ്പൊ നന്നായി. എന്തായാലും എടാ ചതിയ ചന്തു ഇവൻ എന്നിട്ട് പബ്ലിസിറ്റി അടിച്ചിറക്കിയേക്കണ്. അവന്റെ വോയിസ് ഞാൻ വേണേ സിമിക്ക് വിട്ടു. ഇവൻ പറഞ്ഞേക്കണത് അവളെ വാട്സപ്പിലേക്ക് വോയിസ് വിട്ടേക്കണത് രൂപകല കയറി വരുന്നത് നിന്റെ ചാനൽ തകർക്കാനാണ്, അയാൾ ഇറക്കി വിടുന്നു പറഞ്ഞിട്ടുള്ള വോയിസ്. പൊന്നു മോനെ ചന്തു, നീ ഈ ബിന്ദുവിന്റെ ചാനൽ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അവളുടെ മാനത്തിന് വരെ നീ വില പറഞ്ഞു. പക്ഷെ നിന്റെ കളികളൊന്നും നടന്നില്ല. അത് തക്കതായ സമയത്ത് ഞങ്ങളൊക്കെ വന്ന് അതിൽ ഇടപെട്ട കാരണം. നീ നോക്കിക്കോ, എന്റെ നിഗമനം ശരിയാണെന്നുണ്ടെങ്കിൽ 3 മന്തിനുള്ളില് 3000 മണിക്കൂർ വാച്ച് ഓവർ കിടക്കും. കാരണം ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചാണെങ്കിൽ 3 മാസം വേണ്ട, 1.5 മാസം 2 മാസത്തിനുള്ളിൽ ആ വാച്ച് ഓവർ പറയണം. എനിക്ക് വാച്ച് കൂട്ടാൻ പറ്റുമോ? നിനക്ക് വാച്ച് കൂട്ടാൻ സ്മാർട്ട് വാച്ച് മേടിച്ചാൽ മതി. ആപ്പിളിന്റെ ഒരു സെക്കൻഡ്സ് ഇറങ്ങിയിട്ടുണ്ട്, ചൈനക്കാർ ഇറക്കിയിട്ടുണ്ട്. പുറത്തയക്കാം കേട്ടാ. അപ്പൊ നീ സ്മാർട്ട് വാച്ച് കയ്യിൽ കിട്ടിയാൽ മതി. അപ്പൊ വാച്ച് ഓവർ കളിക്കും കേട്ടാ. പോയാലാണെന്ന്. അപ്പൊ വാച്ച് ഓവർ കൂട്ടാൻ പറ്റും. വാച്ച് ഓവർ അങ്ങനെ കൂട്ടാനത് പറ്റ പോക്കറ്റിൽ എടുത്ത് കൂട്ടിയതൊന്നല്ല. ശരി, നീ വിചാരിക്കണ പോലെ ഇവൻ വിചാരിച്ചത് സീമ വാച്ച് ഓവർ ഞാൻ കൂട്ടിയിട്ട് കാശ് കൊടുത്തു, അതുമല്ല. നമ്മൾ അവിടെ ഇരുന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കവിതകൾ പാടി സംസാരിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ വിട്ടുകൊണ്ട് അങ്ങനെയാണ് വാച്ച് ഓവർ കയറുന്നത്. അല്ലാണ്ട് ഇവൻ വിചാരിക്കണ പോലെ സന്തോഷമൊക്കെ അവിടെ ഇരിക്കട്ടെ. എഗ്രിമെന്റ് പ്രകാരം ഡാല് ഇവിടെ തെളിവുണ്ട്. ഡാല് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈസ കിട്ടിയിട്ട് തന്നില്ല. 2 മുട്ടുകല്യാൻ തെറ്റിയുള്ള കാര്യം പറഞ്ഞേക്കാം. പരസ്യമായിട്ട് പറയണത്. അത്യാവശ്യം കൊട്ടേഷൻ കൈകാര്യമൊക്കെ ചെയ്യുന്ന ഞാൻ ടാറ്റ ടീറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ സമയത്ത് പിന്നെ കയ്യും കാര്യം കഴിച്ചിട്ട് തീക്കൊല്ലി എടുത്ത് തല ചൊറിയണമെന്ന് കൂടി മനസ്സിലാക്കി ഉള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പൊ വേണമെങ്കിൽ പേടിക്കാൻ ഭയങ്കര പേടിച്ചതൂറിയാ. ബിനു ചേട്ടാ, ഞാൻ ലൈവ് ഇടുന്നുണ്ട്, കവിത പാടണം. എന്നെന്തായാലും പറ്റില്ല. ഞാൻ അത് ശരി ഇരിക്കാൻ വയ്യ. ഇപ്പൊ എന്റെ ലൈവ് ആര് നടത്തും? ബിന്ദുവിന്റെ ലൈവ് നടത്തണ എന്റെ ലൈവ് ഇപ്പൊ സമയം വൈകി രാത്രിക്ക് എന്റെ ലൈവ് നടത്തണം. അത് ശരി, എന്താ പാടത്തെ? അത് കൊള്ളാല, വല്ലാത്ത ജാതി കാര്യങ്ങൾ പറയുമ്പോ പിന്നെ അതിനിടയ്ക്ക് പാടുന്ന് പറഞ്ഞത്. അപ്പൊ ആൾക്കാർ വരട്ടെ. 27 ലൈക്കുള്ളൂ. സബ്രോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഓടി വരൂ, ചാടി വരൂ, ലൈക്ക് അടിക്കോ. പിന്നെ ഏഞ്ചില് എനിക്ക് സംസാരിച്ച് എന്റെ വായന വെള്ളം പറ്റി, ചുമയും പിടിച്ചു. അപ്പൊ ജോസ നീ അല്ല ജെറിന, മിഥുൻ ചേട്ടാ ഞാൻ ലൈവ് ഇടുന്നുണ്ട്, തീർച്ചയായിട്ടും ജെറിന നീ പേടിക്കണ്ട, ഒക്കെ ശരിയാവും. നിനക്ക് എത്ര മണിക്കൂർ വാച്ചോറായിട്ടുണ്ട്? നീ മോടി ആയില്ല, 4000 മണിക്കൂർ വാച്ചോറായിട്ടില്ലേ? ഇവിടെ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് ആ ഒരു സുദിന മുഹൂർത്തത്തിലേക്ക് എന്റെ ഒരു ചലഞ്ചാണ്. ഈ പെണ്ണുമ്പിള്ള കുറെ നേരമായില്ല മുടി ഇപ്പൊ ഇങ്ങനെ മേക്കപ്പും ചെയ്ത് നിക്കണത്. വേറെ പണിയൊന്നുമില്ല പെണ്ണുമ്പിള്ളക്ക്? ഇതെന്താ ഇവിടെ സൗന്ദര്യ മത്സരത്തിന് കൊണ്ട് തിരിച്ചേക്കണതാ? കുറെ നേരമായി ആ മറ്റേ മുടി ഇവിടെ ഭയങ്കര കാറ്റ്. രണ്ട് മയിൽപ്പീലി ഉണ്ടാ മുടി. ആ മുടി ഇങ്ങനെ കുറെ നേരമായി. നമുക്കെന്താ മുടി കുറവെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ശരി, ആള് കൊള്ളാല, വല്ലാത്ത ജാതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ബിൽചേട്ടാ ഒരു 310 സബ് കിട്ടിയാലേ ടൂക്കിയാവും. ആർക്കാണത്? ജോസഫ്. എടാ നിനക്ക് എത്ര സബ് തന്നിട്ടുണ്ട് നോക്ക് ഞാൻ, എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ തരാം നിനക്ക്. എത്ര സബ് തന്നിട്ടുണ്ട്? 100 സബ് ഞാൻ നിനക്ക് തരാം. അതിൽ എത്ര സബ് നിനക്ക് തന്നിട്ടുണ്ട് നോക്ക്. അപ്പൊ ശരി, ഞാൻ നമ്മുടെ അവതരണ വീണ്ടും പോയിട്ട് മേക്കപ്പ് ശാലയിലേക്ക് പോയി ഈ കുരിശ് ഞാൻ ചെലവ് തരാന്ന്. തൃശ്ശൂര് വന്നിട്ടാണ് നീ ചെലവ് തരാന്ന് പറഞ്ഞത്. നീ ആള് കൊള്ളാല, വല്ലാത്ത ജാതി. ഞാൻ തൃശ്ശൂര് വന്നിട്ട് വേണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കവിതയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ അവതരണ കവിത, ഈ കവിത കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികള് ഉറങ്ങല്ല കോപ്പമിന്റെ ഒരുപാട് പെൺകുട്ടികൾ എന്നെ തേടി വരും. എന്റെ അഡ്രസ്സൊക്കെ ഞാൻ തരട്ടാ. വയ്യ, എനിക്ക് ചിരിക്കാൻ വയ്യ. അപ്പൊ ജോസഫ് ചെറിയ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ കവിതയിലേക്ക് പോകാണ്. ഞാനെന്താ ഈ കവിത എനിക്ക്